ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ രണ്ടാം ദിവസത്തെ യാത്ര തുടങ്ങുകയാണ്. കന്യാകുമാരി ബീച്ചിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇവിടുന്ന് 22 കിലോമീറ്ററാണ് കന്യാകുമാരി ബീച്ചിലേക്കുള്ളത്. സൺറൈസ് കാണാനായിരുന്നു പ്ലാൻ, പക്ഷേ രാവിലെ മഴ കാരണം നമ്മൾ ഇറങ്ങാൻ കുറച്ച് വൈകി. നമ്മൾ കന്യാകുമാരി ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ റീലിലൊക്കെ കണ്ടത് ഇവിടെ രാവിലെ ഭയങ്കര തിരക്കാണെന്നാണ്, പക്ഷേ ഇവിടെ അത്രയും വലിയ തിരക്കൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ഒരുപാട് തവണ വിസിറ്റ് ചെയ്ത സ്ഥലമായതുകൊണ്ട് ഞാൻ ഒരുപാട് കറങ്ങാൻ നിൽക്കുന്നില്ല. ഇവിടെ ഇന്ന് ഏകദേശം 400 മുകളിൽ കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. തിരുനെൽവേലി വഴി ധനുഷ്കോടിക്കാണ് നമ്മൾ ഇവിടുന്ന് ഇനി പോകുന്നത്. രാവിലെ സൺറൈസ് കണ്ട് മടങ്ങുന്നവരാണ് ഇവരൊക്കെ. ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ഹൈവേ ആയ NH44 കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കന്യാകുമാരി മുതൽ തിരുനെൽവേലി വരെയാണ് നമ്മൾ ഇതിൽ യാത്ര ചെയ്യുന്നത്. റോഡിൻ്റെ ഇരുവശങ്ങളിലും നിറയെ കാറ്റാടിയന്ത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നല്ല കാറ്റുള്ളൊരു സ്ഥലമാണിത്. നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ആ കാറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സ്ഥലം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും. ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ള സ്ഥലമാണ്. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന സിനിമയിലെ ദുൽഖറിൻ്റെയൊക്കെ വണ്ടിയുടെ ടയർ പഞ്ചറാകുന്ന ഒരു സീൻ, അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. സൂര്യയുടെ സിംഗം സിനിമയിലും ചില സീനുകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ തിരുനെൽവേലിയിൽ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. തിരുനെൽവേലിയിൽ നിന്ന് പിന്നെ നമുക്ക് ഉൾപ്രദേശങ്ങളിലൂടെയുള്ള യാത്രയാണ്. കുറേ ദൂരത്തേക്ക് സിംഗിൾ ലൈൻ റോഡാണ്, പക്ഷേ നല്ല ടാറിംഗ് ആണ്. കുറച്ചധികം സ്പീഡ് ബ്രേക്കറുകൾ ഉണ്ട് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വഴിയുള്ള യാത്രയും വളരെ സ്മൂത്താണ്. രണ്ട് സൈഡിലും ഒരുപാട് മരങ്ങളും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ചൂട് അത്ര അറിയുന്നില്ല. പക്ഷേ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഈ വണ്ടി ഓടിക്കാൻ. കാരണം ഗ്രാമപ്രദേശം ആയതുകൊണ്ട് എപ്പോൾ വേണേലും ആളുകളോ മറ്റു ചെറു വണ്ടികളോ ഒക്കെ ക്രോസ് ചെയ്യാം. പോകുന്ന വഴി നമുക്കൊരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട്. തെലങ്കാനയിൽ നിന്നാണ്, അസീസ് എന്നാണ് പേര്. പുള്ളി ഓൾ ഇന്ത്യ റൈഡ് ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് അവസാന ഒരു 2-3 ഡേയ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. 27,000-ഓളം കിലോമീറ്റർ ഓടിച്ച് പുള്ളി ഇനി ധനുഷ്കോടി പോയിട്ട് അവിടുന്ന് പോണ്ടിച്ചേരി വഴി പുള്ളിയുടെ സ്വന്തം വീട്ടിലേക്ക് തെലങ്കാനയിലേക്ക് പോകാനാണ്. അസീസ് ഇത് 2ാം തവണയാണ് ഓൾ ഇന്ത്യ റൈഡ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് പുള്ളിയുടെ എക്സ്പൾസിൽ ലേ ലഡാക്ക് ഒന്ന് കഴിഞ്ഞ് വന്നതാണ് കഴിഞ്ഞ വർഷം. ഏകദേശം 60 കിലോമീറ്ററോളം ഞങ്ങൾ ഒരുമിച്ച് ഡ്രൈവ് ചെയ്തതിന് ശേഷം പുള്ളി വണ്ടി നിർത്തി. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് തന്നെ കണ്ടിന്യൂ ചെയ്തു. നമ്മളിപ്പം ധനുഷ്കോടി എത്താറായിട്ടുണ്ട്. രാമേശ്വരം അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊരു സൈഡിൽ കടലിപ്പം കാണാൻ പറ്റുന്നുണ്ട്. നല്ല പച്ച കളറിൽ തെളിഞ്ഞ ഒരു കടലാണ് നമുക്ക് രണ്ട് സൈഡിലും കാണാൻ പറ്റുന്നത്. ഇപ്പം ബൈക്ക് റൈഡേഴ്സ് തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു റൂട്ട് തന്നെയാണിത്. ഡ്രൈവ് ചെയ്യാനും നല്ലൊരു റൂട്ടാണ്. നമ്മൾ പാമ്പൻ പാലത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. രാമേശ്വരത്ത് നിന്നും ധനുഷ്കോടിയിലേക്കുള്ള റൂട്ടാണിത്. സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു റോഡാണിത്. അതുകൊണ്ട് നമുക്കിതിലെ ഡ്രൈവിങ് ഭയങ്കര രസമാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും നമുക്ക് ഒരുപാട് കടകൾ കാണാം. അവിടെ നിന്നെല്ലാം നമ്മളെ ആൾക്കാർ ക്യാൻവാസ് ചെയ്യാനായി വഴിയിൽ നിന്ന് വിളിക്കുന്നുണ്ടാവും. ഫിഷിൻ്റെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്കിവിടെ കിട്ടും. നമ്മൾ ധനുഷ്കോടിയുടെ എൻഡ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്.
ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശ്രീലങ്ക കാണാമെന്നാണ് പറയുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. ഒരുപാട് ആൾക്കാർ ഇപ്പം ധനുഷ്കോടി വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും തെളിഞ്ഞ പച്ച കളറിലുള്ള ഒരു ബീച്ച് കാണുന്നത്. എത്ര നേരം ഇരുന്നാലും മതി വരുന്നില്ലാത്ത ഒരു സ്ഥലമാണ് ധനുഷ്കോടി. പക്ഷേ നമുക്കിനിയും മുന്നോട്ട് പോകേണ്ടതുകൊണ്ട് നമ്മളിവിടുന്ന് പോവുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. എത്ര ഫോട്ടോ എടുത്തിട്ടും നമുക്ക് മതി വരുന്നില്ല. വീണ്ടും വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോയും കൂടെ എടുക്കുകയാണ്. രാമേശ്വരം ടൗണിലൂടെയാണ് നമ്മളിപ്പം കടന്നു പോരുന്നത്. നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ വീട് ഇവിടെയാണ്. പക്ഷെ അത് കുറച്ച് ഇവിടുന്ന് മാറിയാണ്. നമുക്ക് സമയം കുറവായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് കാരക്കുടി വരെ പോകാനായിരുന്നു, അവിടെ സ്റ്റേ ചെയ്യാനായിരുന്നു. പക്ഷേ നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തഞ്ചാവൂർ പോയി സ്റ്റേ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവിടെ രാവിലെ തന്നെ അമ്പലത്തിലെ കാഴ്ചകൾ കാണാനും പറ്റും, വലിയ തിരക്കില്ലാതെ. അതുകൊണ്ട് നമ്മൾ നേരെ തഞ്ചാവൂർക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് വീണ്ടും നമുക്ക് മഴ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തഞ്ചാവൂർ എത്താൻ ഒരുപാട് വൈകുന്നതുകൊണ്ട് നമ്മൾ റെയിൻ കോട്ട് ഇട്ട് യാത്ര തുടരുകയാണ്. കാരക്കുടി എത്തിയപ്പോൾ തന്നെ ഇരുട്ടി തുടങ്ങിയായിരുന്നു. നമ്മൾ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നില്ല എന്നൊക്കെയായിരുന്നു നമ്മൾ ഈ ട്രിപ്പിൽ ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ നമുക്ക് ചില സാഹചര്യങ്ങൾ അതില്ലാതെ പറ്റില്ല എന്ന് മനസ്സിലായി. തമിഴ്നാടായതുകൊണ്ടും ഭാഷ നമുക്കറിയാവുന്നത് കൊണ്ടും നമുക്ക് അത്ര പേടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നൈറ്റ് ഡ്രൈവ് ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഏകദേശം ഒരു 9:30 നമ്മൾ തഞ്ചാവൂർ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. 400 കിലോമീറ്റർ പ്ലാൻ ചെയ്ത നമ്മൾ ഇന്ന് മൊത്തം 623 കിലോമീറ്ററാണ് ഡ്രൈവ് ചെയ്തത്. തഞ്ചാവൂർ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.